ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ. കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. എൻ ദേഹം ദേഹി ആത്മാവിനെ ചേർന്ന് പാടാം. സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹി ആത്മാവിനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സൗരഭ്യമായി തീർത്തിടണേ. അങ്ങേ ആരാധിക്കുന്നു. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ. കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. ദേഹം ദേഹി ആത്മാവിനെ എല്ലാവരും ചേർന്ന് പാടി. സൗരഭ്യമായി തീർത്തിടണേ. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ ആരാധിച്ച് ദേഹം ദേഹി ആത്മാവിനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സൗരഭ്യമായി തീർത്തിടണേ. കരങ്ങൾ കൂപ്പി. എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. യേശുവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ നമ്മെ അനുഗ്രഹിക്കുവാനായി ഇന്നേ ദിവസം കർത്താവ് ഇതാ കടന്നു വന്നിരിക്കുന്നു. റോമാക്കാർക്കെതിരെ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളുടെ കർത്താവ് പറയുന്നു, ഞങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് പ്രീതികരമായ ഒരു സജീവ ബലിയായി ഞങ്ങൾ സമർപ്പിക്കുവിൻ. അതാണ് യഥാർത്ഥ ആരാധന. ഈശോയിലേക്ക് നോക്കാൻ പ്രിയമുള്ളവരെ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ജീവിത ഭാരങ്ങൾ, കടബാധ്യതകൾ, തകർന്നുപോയ നമ്മുടെ ജീവിതത്തെ നോക്കി ദിവ്യകാരുണ്യ നാഥൻ പറയുന്നു, ജീവനുള്ള ആരാധനയായി നീ നിന്റെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുക. അത്ഭുതങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ നൽകും. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ, Almighty Lord Jesus, Anointing Holy Spirit, ഇന്നേ ദിവസം ഈ ദിവ്യകാരുണ്യ നാഥന്റെ വക്കലായിരിക്കുന്ന ഓരോ മക്കളുടെ വേദനകളും കണ്ണുനീരും തകർച്ചകളും ജീവിത നൊമ്പരങ്ങളും ഹൃദയത്തിന്റെ ഭാരങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ കാണണമേ,
ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ ആരാധന, ആരാധന. രണ്ട് കരങ്ങൾ യാചനാര തുറന്ന് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അന്ധയാചകനെ പോലെ ഞങ്ങളിതാ യേശുവേ എന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപിനിയായ സ്ത്രീയെ പോലെ കർത്താവിൻ്റെ പാദങ്ങൾ കണ്ണുനീര് കൊണ്ട് കഴുകിയതുപോലെ ഞങ്ങളിതാ കർത്താവേ കണ്ണുനീര് കൊണ്ട് അങ്ങയുടെ പാദങ്ങൾ ഞങ്ങളിതാ കഴുകുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. റോമാക്കാർക്കെതി ലേഖനം 2-4 വാക്യം നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുകയാണല്ലോ. കർത്താവിൻ്റെ കരുണയുടെ ലക്ഷ്യം ദൈവകരുണ നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകളും യാചനകളും അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗം. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവടുകളെ വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലായിരുന്നു കൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണ്. ഫലം തരാത്ത അത്തിവൃക്ഷം. ഈ ഉപമയിലൂടെ ഈശോ നമ്മോട് പലതും പറയുന്നുണ്ട്. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിൽ അത്തിവൃക്ഷം നടുകയാണ്. പലസ്തീനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 3 പ്രാവശ്യമാണ് മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചാൽ അത് കൂടുതൽ ഫലപുഷ്ടിയുള്ള മണ്ണിൽ അത് വേഗത്തിൽ ഫലങ്ങൾ കായ്ക്കും. അതുകൊണ്ടാണ് മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. ഈ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ച് 3-ാം വർഷത്തിലാണ് ഫലം കായ്ക്കുന്നത്. ഇവിടെ നമ്മൾ വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നു, മുന്തിരിത്തോട്ടത്തിലെ യജമാനൻ 3 വർഷം നട്ടുപിടിപ്പിച്ച് അതിനുശേഷം വീണ്ടും 3-ാമത്തെ വർഷമാണ് ഫലമുണ്ടോ എന്ന് നോക്കാനായി തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ അത്തിവൃക്ഷം ഫലം ചൂടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നോക്കി പരിപാലിക്കുന്ന കൃഷിക്കാരനോട് ചോദിക്കുകയാണ്, ഈ വർഷവും ഈ അത്തിവൃക്ഷം ഫലം ചൂടിയില്ലേ? അപ്പോൾ കൃഷിക്കാരൻ യജമാനോട് പറയുകയാണ്, നമുക്കൊരു വർഷം കൂടി നോക്കാം, നമുക്കതിൻ്റെ ചുവട് കിളയ്ക്കാം, നമുക്കതിനെ വളമിടാം, നമുക്കതിനെ വെള്ളമൊഴിക്കാം. 3 കാര്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത്. ചുവട് കിളയ്ക്കാം, വെള്ളമൊഴിക്കാം, വളമിടാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം, ഒരു വൃക്ഷത്തിൻ്റെ ചുവട് കിളയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ വേരുകളെല്ലാം അറുത്തു മാറ്റി നമ്മൾ ആ വൃക്ഷത്തിന് ചുറ്റും വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു. ചുവട് കിളിക്കുമ്പോൾ ഒരു സഹനത്തിൻ്റെ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. ഈ ചുവട് കിളിക്കുമ്പോൾ സഹനത്തിലൂടെ ആ വൃക്ഷം കൂടുതൽ ഫലങ്ങൾ കായ്ക്കുന്നു. ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഒരു ആത്മീയ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകണമെന്ന് ഈ വചനം ഒന്നാമതായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പ്രിയമുള്ളവരെ സഹനം? എന്താണ് ക്രിസ്തീയ സഹനം? ഒരു വ്യക്തിയുടെ ആത്മീയത അളക്കുന്ന അളവുകോലാണ് സഹനം. ഒരു വ്യക്തിയുടെ
ആത്മീയത അളക്കുന്ന അളവുകോലാണ് പ്രിയമുള്ളവരെ ഈ സഹനം എന്ന് പറയുന്നത്. സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. ക്ലവോദിയ എന്ന് പറയുന്ന ഒരു വ്യക്തി അക്രൈസ്തവനായിരുന്നു. ആ വ്യക്തി എങ്ങനെ വിശുദ്ധനായി തീർന്നു എന്ന സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. ഒരിക്കൽ അക്രൈസ്തവനായ ക്ലവോദിയ ക്രിസ്തീയ മതവിശ്വാസം സ്വീകരിക്കാനായി അദ്ദേഹം അധിവസിക്കുന്ന സ്ഥലത്തെ മെത്രാനെ കാണാനായി പോവുകയാണ്. മെത്രാൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയുകയാണ്. അപ്പോൾ മെത്രാൻ പറഞ്ഞു, ക്ലവോദിയോട് പറഞ്ഞു, തങ്ങൾ നമസ്കാരമൊക്കെ പഠിച്ച് വരാൻ പറയുകയാണ്. അതിന് മുമ്പായി ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിനുത്തരം പറയുകയാണെങ്കിൽ നിനക്ക് ഞാൻ മാമോദിസ തരും. ചോദ്യം ഇപ്രകാരമാണ്: ഇന്ന് നിന്റെ മുമ്പിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ ക്രൂശിച്ച ആ പടയാളികളെ കണ്ടാൽ നീ എന്തു ചെയ്യും? ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഈ ക്ലവോദിയുടെ രക്തം തിളച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ആ പടയാളികളെ കണ്ടാൽ ഞാനും എൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെടുത്ത് അവരെ ഞാൻ കൊന്നുകളയും. ഇത് പറഞ്ഞപ്പോൾ മെത്രാൻ വീണ്ടും പ്രാർത്ഥിച്ച് ഒരുങ്ങി നമസ്കാരമൊക്കെ പഠിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വരാനായിട്ട് പറയുകയാണ്. വിഷമത്തോടു കൂടി ക്ലവോദിയ പോയി. ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് ആ ക്ലവോദിയ മെത്രാനെ കാണാനായിട്ട് വരികയാണ്. മെത്രാൻ്റെ അടുത്ത് വന്നപ്പോൾ വീണ്ടും ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ്. നിന്റെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാരകമായി പരിക്കേൽപ്പിച്ച ആ പടയാളികളെ കാണുമ്പോൾ നീ എന്തു ചെയ്യും? ഇത് പറഞ്ഞപ്പോൾ വീണ്ടും ക്ലവോദിയ പറയുകയാണ്, ഞാൻ ആ പടയാളികളെ കണ്ടാൽ ഞാൻ അവരെ ആട്ടി ഓടിക്കും, ചീത്ത പറഞ്ഞ് ആട്ടി ഓടിക്കും. കാരണം എൻ്റെ ക്രിസ്തുവിനെ ക്രൂശിലേക്ക് നയിച്ച ഈ പടയാളികളെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ ആട്ടി ഓടിക്കും. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. മുൻപ് കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോൾ മാമോദിസ സ്വീകരിക്കുവാൻ തടസ്സമായി നിന്നതുപോലെ ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാമോദിസ സ്വീകരിക്കാൻ തടസ്സമാകുമെന്ന് കരുതിയിട്ടാണ് ക്ലവോദിയ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മെത്രാൻ അല്പം ആലോചിച്ച ശേഷം പറഞ്ഞു, വീണ്ടും ഒരു മാസം കൂടിയും പ്രാർത്ഥിച്ച് ഒരുങ്ങി വരാൻ പറയുകയാണ്. വളരെ വിഷമത്തോടു കൂടി ഈ ക്ലവോദിയ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീണ്ടും ഒരു മാസം പ്രാർത്ഥിച്ചൊരുങ്ങി വീണ്ടും ഈ മെത്രാൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഈ മെത്രാൻ്റെ അടുത്ത് വന്നപ്പോൾ അതേ ചോദ്യം ആവർത്തിക്കുകയാണ്. ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഈ ക്ലവോദിയ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ ക്രൂശിച്ച പടയാളികളെ കാണുകയാണെങ്കിൽ ആ പടയാളിയോട് പറയും, എന്നെയും ക്രിസ്തുവിനെ ക്രൂശിച്ച ആ കുരിശിൻ്റെ മറുപുറത്ത് എന്നെയും ക്രൂശിക്കണമേ എന്ന്. ഇത് കേട്ടപ്പോൾ മെത്രാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് മാമോദിസ കൊടുത്തുവെന്നാണ് സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. പിന്നീട് ഈ ക്ലവോദിയ വിശുദ്ധനാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കൊച്ചു സംഭവം പറഞ്ഞത് ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി എന്ന് പറയുന്നത് സഹിക്കാനുള്ള ഒരു വിളിയാണ്. സഹിക്കാനുള്ള വിളി. ഒരു വ്യക്തിയുടെ ആത്മീയത അളക്കുന്നത് സഹനത്തിലൂടെയാണ്. ഒരിക്കൽ എൻ്റെ സ്പിരിച്വൽ ഫാദറിൻ്റെ അടുത്ത് ഞാൻ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് സംഭാഷണത്തിനായിട്ട് പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹനം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയാണ്. സഹിക്കുക എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ പോലെ, അജപാലന ശുശ്രൂഷ പോലെ, ആദര ശുശ്രൂഷ പോലെ സഹിക്കുക എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ നമ്മൾ സഹിക്കുക എന്ന്. 2 തീത്തോസിൻ്റെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. 2 തിമോത്തിയോസിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പീഡയായിരിക്കാം, കടബാധ്യതയായിരിക്കാം, മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളായിരിക്കാം. ഈ സഹനത്തിൻ്റെ തീച്ചൂളയിൽ നമ്മൾ വെന്തുരുകുമ്പോൾ നമ്മളും മനസ്സിലാക്കണം, അവിടുത്തെ കുരിശിൻ്റെ മായാത്ത തിരുമുദ്ര എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന് ക്രിസ്തുവിൻ്റെ
പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച്, തിരുമുറിവുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഒരു സഹനത്തിൻ്റെ മേഖലകൾ. ജനിച്ച നാൾ മുതൽ 9 വയസ്സ് വരെ ഞാൻ വിക്കനായിരുന്നു. വിക്കനായി എന്നെ പലരും വിളിച്ചിരുന്നത് വിക്ക മണ്ടൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. വിക്കുള്ളത് കൊണ്ട് എനിക്ക് പഠനത്തിൽ മോശം മാർക്ക് ആണ് കിട്ടിയിരുന്നത്. കാരണം ചെറുപ്പ കാലഘട്ടങ്ങളിൽ 3 ക്ലാസ് വരെ 9 വയസ്സ് വരെ ഞാൻ പഠിക്കുന്ന സാഹചര്യങ്ങളിൽ ചോദ്യപരീക്ഷയാണ്. ചോദ്യപരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് വിക്കുള്ളത് കൊണ്ട് ശരിയായ രീതിയിൽ എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചിരുന്നില്ല. എനിക്ക് പഠനത്തിൽ അല്പം കുറവുള്ള വ്യക്തിയായിരുന്നു. ഒരു ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, 7 മണിക്കുള്ള വൈകുന്നേരത്തെ സായാഹ്നത്തിൽ ചൊല്ലുന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ 9 വയസ്സുള്ള എൻ്റെ നാവിൻ്റെ കെട്ടുകൾ ഈശോ സുഖപ്പെടുത്തുകയാണ്. വലതുയർത്തി പറയാം ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറയാം ഹല്ലേലൂയ. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലും തീരാത്ത കടബാധയാൽ വെന്നു നീറുന്ന മക്കളുണ്ട്. ഈശോ പറയുന്നു, നിന്റെ വേദനകൾ, നിന്റെ കണ്ണുനീരുകൾ, നിന്റെ ദുഃഖങ്ങൾ യേശുവിലേക്ക് സമർപ്പിക്കുക. കർത്താവ് നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ ജോലി മേഖലകളെ അനുഗ്രഹിക്കും. സഹനമെന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. സഹനമെന്ന് പറയുന്നത് ഒരു ശിക്ഷണമാണ്. സഹനമെന്ന് പറയുന്നത് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള ഒരു ഉപാധിയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം ലഭിക്കും. പത്രോസിന്റെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചതെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. എൻ്റെ ജീവിതത്തിലുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു അനുഭവമുണ്ടല്ലോ. നാവിൻ്റെ കെട്ട് അത് ഈശോ സുഖപ്പെടുത്തുകയാണ്. അതിനുശേഷം 4-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ എനിക്ക് പഠനത്തിൽ വലിയ ഉന്നതമായ വിജയം നൽകി. ഈ കാലഘട്ടം വരെ ദൈവം എന്നെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ ഒരു പരീക്ഷണമാണ്. ചിലപ്പോൾ കുറച്ച് കാലഘട്ടത്തേക്കായിരിക്കാം ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീഷ്ണതയുള്ളവനാക്കുക, അനുദപിച്ച് പ്രാർത്ഥിക്കുക, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനം നമ്മെ കൂടുതൽ ആത്മീയ ജീവിതത്തിൽ വളർത്തുവാൻ നമ്മെ സഹായിക്കുന്നു, ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സഹായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഈ വെട്ടിയൊരുക്കൽ പ്രിയമുള്ളവരെ സഹനമാണ്. ഈ സഹനത്തിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മെ വെട്ടിയൊരുക്കുന്നു, കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ. കർത്താവ് നൽകുന്ന ഈ സഹനങ്ങൾ നമ്മെ വാഗ്ദാനം പ്രാപിക്കാനായി നമ്മെ സഹായിക്കുന്നു. റോമക്കാർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈ ആരാധനയുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സഹനങ്ങൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ, ഫലങ്ങൾ പുറപ്പെടുവിക്കാനായി നമുക്ക് അത് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുകയും ചെയ്യാം. ഫുൾട്ടൻ ജേഷിൻ്റെ മിസ്റ്ററി ഓഫ് ക്രോസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ ഈ ഫുൾട്ടൻ ജേഷിൻ പിതാവ് ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ ഭവനത്തിലുള്ള കുട്ടി ഇപ്രകാരം ചോദിക്കുകയാണ്, പിതാവ് എന്തിനാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നത്? അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെയൊക്കെ ആശീർവദിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ പിതാവ് ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ, നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു? അപ്പോൾ ഈ കൊച്ചുകുട്ടി പിതാവിനെ നോക്കി പറയുകയാണ്, പിതാവേ, ഞാൻ ഈ പന്തോളം വലുപ്പത്തിൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. കൈ മുഷ്ടി ചൊരിച്ചു പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്രത്തോളം, ഒരു പന്തോളം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അല്പം ദേഷ്യഭാവത്തോടു കൂടി, ഒരു സ്നേഹം കലർന്ന ദേഷ്യഭാവത്തോടു കൂടി പിതാവ് ഈ കൊച്ചുകുട്ടിയോട് പറയുകയാണ്, നീ ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുള്ളൂ? അപ്പോൾ പിതാവ്
ഈ കൊച്ചുകുട്ടിയോട് വീണ്ടും ഈ ചോദ്യം ചോദിക്കുകയാണ്, നീ എത്രത്തോളം നീ എന്നെ സ്നേഹിക്കുന്നു? അപ്പോൾ കൊച്ചുകുട്ടി വീണ്ടും പറയുകയാണ്, ഞാൻ ഇത്രത്തോളം, രണ്ട് കൈയും അല്പം ഒന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇത്രത്തോളം പിതാവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ വീണ്ടും ഒന്നും കൂടി അരിശപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, നീ ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുള്ളൂ? അപ്പോൾ ഈ കൊച്ചുകുട്ടി മാതാപിതാക്കളെ നോക്കി കരഞ്ഞുകൊണ്ട് പറയാണ്, രണ്ട് കൈയും വിരിച്ചു പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇത്രത്തോളം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ കുരിശിൽ മരിച്ചത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈശോ സഹനങ്ങൾ ഏറ്റെടുത്തത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അതുപോലെ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, നമുക്കുണ്ടാകുന്ന വേദനകൾ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കാം, ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നാം ആയിരിക്കുന്ന സ്ഥലത്ത് രണ്ട് കൈകളും യാചനാരവധി പിടിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കുരിശോളം ഉയരുന്ന സ്നേഹമേ, കാൽവരി മലയുടെ നെറുകയിൽ 3 നാളുകളാൽ ഞങ്ങൾക്കായി കുരിശിൽ മരിച്ച ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. എനിക്കായി കുരിശിൽ മരിച്ച ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, എന്നെ കാണുന്ന ഈശോയെ, ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളിതാ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളിതാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾ, ഞങ്ങൾക്കുണ്ടാകുന്ന ജീവിത ഭാരങ്ങൾ, ഞങ്ങൾക്കുണ്ടാകുന്ന കടബാധ്യതകൾ കർത്താവേ ഞങ്ങളിത് അർപ്പണം ചെയ്യുന്നു. വിൽപ്പന തടസ്സങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, വിദേശത്ത് ജോലി ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഭവനങ്ങളിൽ താമസിക്കുമ്പോൾ ജോലിയില്ലാത്ത ഞങ്ങളുടെ ജീവിത മേഖലകളെ, വിവാഹ തടസ്സങ്ങളെ, മക്കളില്ലാത്ത ദമ്പതിമാരുടെ കണ്ണുനീരുകളെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിത മേഖലകളെ, ജോലി മേഖലകളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മേഖലയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. സങ്കടങ്ങളെ ഈശോയെ, ക്രൂശിന്റെ മാറിൽ നിന്നും സങ്കടങ്ങളെ ക്രൂശിന്റെ മാറിൽ നിന്നും ഈശോയെ, ഉത്തിതനാമേശുവെന്നും നിനക്കായി കാത്തു നിൽപ്പൂ. ഉത്തിതനാമേശുവെന്നും നിനക്കായി കാത്തു നിൽപ്പൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. നമുക്ക് മുട്ടുകൾ മടക്കാം. നമ്മായിരിക്കുന്ന സ്ഥലത്ത് ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജോലികളെ, ഉത്തരവാദിത്തങ്ങളെ, മക്കളെ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് ശിരസ്സ് വണിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, 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 യേശുവേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന,